മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും ആണ്. ഓൾറെഡി ഇൻകം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻകം ടാക്സിൽ ഇൻകം എന്ന് പറയുന്നത് 5 ഹെഡ് ഓഫ് ഇൻകമാണ് ഉള്ളത്. ആ 5 ഹെഡ് ഓഫ് ഇൻകമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, 4 ക്യാപിറ്റൽ ഗെയിൻ, 5 ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡ് ഓഫ് ഇൻകം ആണ് ഇനി വരുന്ന മൊഡ്യൂൾസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ 5 ഹെഡ് ഓഫ് ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. സോ അതിൽ ഈ മൊഡ്യൂൾ 3ൽ വരുന്നത് ഈ ആദ്യത്തെ 2 ഹെഡ് ഓഫ് ഇൻകം ആണ്. ഒന്ന് ഇൻകം ഫ്രം സാലറിയും 2 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി എന്താണെന്നും അതിൻ്റെ കമ്പ്യൂട്ടേഷനും പഠിക്കാം. ഇൻകം ഫ്രം സാലറിയിൽ ആദ്യം ഡെഫിനിഷൻ ഓഫ് സാലറി എന്താണെന്ന് നോക്കാം. ഇവിടെ കൃത്യമായി സാലറി സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സാലറിയിൽ എന്തൊക്കെ വരും എന്നുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സാലറിയിൽ വരുന്ന ഓരോ ഐറ്റംസും ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതുതന്നെയാണ് സാലറീൻ്റെ ഡെഫിനിഷൻ. ഒന്നാമത്തത് വേജസ് ആണ്. നമുക്ക് വേജസ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തത് എനി ആനുറ്റി ഓർ പെൻഷൻ, എന്തെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് സാലറിയിൽ വരുന്ന ഒരു എമൗണ്ട് ആണ്. 3 എനി ഗ്രാറ്റുറ്റി, എന്തെങ്കിലും ഗ്രാറ്റുറ്റി റിട്ടയർമെൻറ്റ് സമയത്ത് എന്തെങ്കിലും ഗ്രാറ്റുറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതും സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. 4 എനി ഫീ, കമ്മീഷൻ, പെർക്വിസിറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ഓർ ഇൻ അഡീഷൻ ടു എനി സാലറി ഓർ വേജസ്, എന്തെങ്കിലും ഫീസ് കിട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കമ്മീഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും പെർക്വിസിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഫെസിലിറ്റീസ്, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരു കാറോ അല്ലെങ്കിൽ ഒരു ഹൗസൊക്കെ ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, സാലറിക്ക് പുറമേ എന്തെങ്കിലും പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ സാലറിക്ക് പുറമെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. 5 പറയുന്നത് എനി അഡ്വാൻസ് ഓഫ് സാലറി, എന്തെങ്കിലും അഡ്വാൻസ് സാലറി വാങ്ങുന്നുണ്ടെങ്കിൽ അതും സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ദെൻ 6th എന്ന് പറയുന്നത് എനി പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി പീരീഡ് ഓഫ് ലീവ് നോട്ട് അവെയിൽഡ് ഓഫ് ബൈ ഹിം, അയാൾ എടുക്കാത്ത ലീവിന് അയാൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളത് ഓൾറെഡി ഒരു ടേമിൽ പഠിച്ചു കഴിഞ്ഞു. അതെന്താണ്? ലീവ് സാലറിയാണ് അത് ഉദ്ദേശിക്കുന്നത്. എൻഗേജ്മെൻറ്റോ ഏൺഡ് ലീവ്, അതും നമുക്ക് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. സോ 7th എന്ന് പറയുന്നത് ആനുവൽ അക്രീഷൻ ആണ്. ഇവിടെ ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓരോ എംപ്ലോയിക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടും ഒക്കെ കിട്ടും അല്ലേ? ആ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എന്തെങ്കിലും കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആനുവൽ അക്രീഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ 8th പറയുന്നത് ട്രാൻസ്ഫേർഡ് ബാലൻസ് ആണ്. ട്രാൻസ്ഫേർഡ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടിൽ തന്നെ 2 രീതിയിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. അൺറെക്കഗ്നൈസ്ഡും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിക്കാത്തതും, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിക്കുന്നതും. അപ്പോൾ എപ്പോഴാണോ ഒരു എംപ്ലോയിക്ക് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉള്ളത്, അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനെയാണ്, ആ ട്രാൻസ്ഫർ ആവുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് വിളിക്കുന്നത്. സോ അതും സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറാണ്. ദെൻ 9th എന്ന് പറയുന്നത് contribution made during the previous year by the government or any other employer to the account of an employee under a notified pension scheme. അതായത് എന്തെങ്കിലും ഒരു പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കമ്പനിയോ എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറിയിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉള്ളത്, ഇതുവരെ കേൾക്കാത്ത ഐറ്റംസ് എന്ന് പറയുന്നത് പെർക്വിസിറ്റ്സ്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, അതുപോലെ തന്നെ ആനുവൽ അക്രീഷൻ, ട്രാൻസ്ഫേർഡ് ബാലൻസ്, ഈ 4 കാര്യങ്ങളായിരിക്കും. ഇത് ഇനിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം അത് പഠിക്കേണ്ടതുണ്ട്, അതിൻ്റെ ടാക്സ് കാണേണ്ടതും എല്ലാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആ ടേംസൊക്കെ. അതുകൊണ്ടാണ് ഞാനിവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് പറഞ്ഞത്. സോ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും
അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്നാകെ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് നമുക്കത് വരുന്ന സമയത്ത് അത് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാലറിയിൽ വരുന്നത്. സോ സാലറിയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഈ 9 ഐറ്റംസ് എഴുതിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റാണ്. അതിനു മുമ്പ് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇൻകം ഫ്രം സാലറി എന്ന ആ ഒരു ഹെഡിൻ്റെ മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാലറി, അതായത് ഒരു വ്യക്തി, ഒരു അസസി എന്ന ആ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള ഹെഡ് ഓഫ് ഇൻകം ഉണ്ടാവും അല്ലേ. അതിൽ തന്നെ അയാൾ സാലറി ആയിട്ട് റിസീവ് ചെയ്യുന്ന ഇൻകംസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ കൊണ്ടുവരേണ്ടത്. അതായത് അയാൾക്ക് കിട്ടുന്ന സാലറി, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് കുറേ എമൗണ്ട്സും ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അതിൽ ചില കാര്യങ്ങൾക്ക് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാലറി എന്ന ആ ഒരു ഇൻകംസിൽ അയാൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ ഫിഗേഴ്സ് ഉണ്ടാവും. അപ്പം ആ ഫിഗേഴ്സിനെ മൊത്തത്തിൽ ആഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ഇൻകം ഫ്രം സാലറി എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞ് നമുക്കൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫിഗർ ടാക്സിന് വിധേയമാവുന്ന ഇൻകം ഫ്രം സാലറി ആണ്. അല്ലാതെ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള എമൗണ്ട്സ് കിട്ടുന്നുണ്ടാവും സാലറി ആയിട്ട്. അപ്പോൾ അതെല്ലാം തന്നെ ആഡ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെ ഇൻകം ഫ്രം സാലറി എന്ന് വിളിക്കാൻ പറ്റില്ല. ആ കിട്ടുന്ന ഫിഗറിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ആ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് ഇൻകം ടാക്സിൽ പറയുന്നത്. ടാക്സിന് വിധേയമാവുന്ന സാലറി എമൗണ്ട്സ് ഏതൊക്കെയാണ്, അതിനെയാണ് ഇൻകം ഫ്രം സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ഇനി ഈ ഫോർമാറ്റിൽ ഇൻകം ഫ്രം സാലറിയിലേക്ക് എടുക്കേണ്ട, അതായത് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ഫിഗേഴ്സാണ്, അല്ലെങ്കിൽ ആ ഒരു ഓരോ ഐറ്റത്തിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് ബേസിക് പേ. ബേസിക് പേ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് കിട്ടുന്ന ഒരു ബേസിക് സാലറി അല്ലേ, അത് ഇൻകം ടാക്സിന് വിധേയമാവേണ്ടതാണ്. അത് ഇൻകം ഫ്രം സാലറി കാണുമ്പോൾ ഫുള്ളായിട്ട് എടുക്കേണ്ട ഒരു ഫിഗറാണ്. ഓക്കെ, രണ്ടാമത് പറയുന്നത് ഡിയർനെസ് പേ ആണ്. ഡിയർനെസ് പേ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഗ്രാറ്റുവിറ്റി HR ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു ഐറ്റമാണ്. അപ്പോൾ ഡിയർനെസ് പേ എന്നൊരു ഫിഗറിനും ടാക്സ് കൊടുക്കണം ഫുള്ളായിട്ട്. അപ്പോൾ അതും ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പം എടുക്കേണ്ട ഒരു ഐറ്റമാണ്. അതുപോലെ സ്പെഷ്യൽ പേ, എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഫിഗേഴ്സൊക്കെ നമുക്ക് ഇൻകം ഫ്രം സാലറിയിൽ കൊണ്ടുവരാം, ടാക്സ് കൊടുക്കണം. ദെൻ ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് നിങ്ങൾ കേട്ട ഐറ്റം തന്നെയാണ് അല്ലേ. ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ വർഷം കഴിയുന്തോറും കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കൂടി വരുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അലവൻസിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡിയർനെസ് അലവൻസ് എത്ര എമൗണ്ട് ഒരു എംപ്ലോയിക്ക് കിട്ടിയാലും ആ ഫിഗേഴ്സ് മൊത്തം നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ എടുക്കണം. അതിനർത്ഥം അത് മൊത്തം ടാക്സബിൾ ആണ് എന്ന്. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, അതായത് നമ്മൾ HRA അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് DAയിൽ ഫോമിംഗ് പാർട്ടും നോട്ട് ഫോമിംഗ് പാർട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക അല്ലേ. ആ ഒരു സമയത്തുള്ള സാലറി എന്ന് വെച്ചാൽ, അതായത് അവിടെ പഠിച്ച സാലറി എന്ന് വെച്ചാൽ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഷനോ HRA ഗ്രാറ്റുവിറ്റി എല്ലാം ആണ്. അതായത് ഗ്രാറ്റുവിറ്റി കാണാൻ വേണ്ടി എടുക്കേണ്ട സാലറി, ഹൗസ് റെൻ്റ് അലവൻസ് കാണാൻ വേണ്ടി എടുക്കേണ്ട സാലറി, അങ്ങനെയാണ് പറയുന്നത്. അതിനർത്ഥം ആ ഓരോ ഇൻകം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാലറിയിലാണ് DAയിലെ ഫോമിംഗ് പാർട്ടും നോട്ട് ഫോമിംഗ് പാർട്ടെല്ലാം നോക്കേണ്ടത്. മറിച്ച് ഇൻകം ഫ്രം സാലറി എന്നൊരു ഹെഡ് കാണാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ എങ്കിൽ DA എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നാൽ അത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അതായത് അതിൻ്റെ ഫോമിംഗ് പാർട്ടോ നോട്ട് ഫോമിംഗ് പാർട്ടോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. DA ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം സാലറി കാണാൻ വേണ്ടി എടുക്കണം. ഓക്കെ, ദെൻ ബോണസ് ആണ്.
ക്വസ്റ്റ്യനിൽ ബോണസ് തന്നാൽ ഇൻകം ഫ്രം സാലറിയിൽ എടുക്കേണ്ട ഒരു ഫിഗറാണ്. ദെൻ കമ്മീഷൻ തന്നാലും അത് ഇൻകം ഫ്രം സാലറിയിൽ എടുക്കണം. ദെൻ ടാക്സബിൾ അലവൻസ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ ഒരുപാട് അലവൻസസ് കൊടുക്കും, ഒരുപാട് പല വ്യത്യസ്ത തരത്തിലുള്ള അലവൻസ് ഉണ്ട്. സോ ആ അലവൻസിലൊക്കെ ടാക്സ് കൊടുക്കേണ്ട അലവൻസ് ഉണ്ട്, ടാക്സ് കൊടുക്കാത്ത അലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സ് ഭാഗികമായി കൊടുക്കേണ്ട അലവൻസ് ഉണ്ട്. ഓക്കെ, ആ അലവൻസിൽ ടാക്സ് കൊടുക്കേണ്ട അലവൻസ് മാത്രമേ നമ്മൾ ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് ഇവിടെ ടാക്സബിൾ അലവൻസ് എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. അതായത് അലവൻസിൽ ടാക്സ് കൊടുക്കേണ്ട അലവൻസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇൻകം ഫ്രം സാലറിയിൽ എടുക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ടാക്സബിൾ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. എന്താണ്, ഒരുപാട് ഫെസിലിറ്റീസൊക്കെ കമ്പനി എംപ്ലോയിക്ക് കൊടുക്കും. അതായത് കാറ്, ഹൗസ്, ഉപയോഗിക്കാൻ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, അതിനൊക്കെയാണ് നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ പെർക്വിസിറ്റ്സിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ് ഉണ്ടാവും, ടാക്സ് കൊടുക്കാത്ത പെർക്വിസിറ്റ്സ് ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള പെർക്വിസിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ പെർക്വിസിറ്റ്സിൽ ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ് മാത്രമാണ് നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ എടുക്കേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് അഡ്വാൻസ് സാലറി ആണ്. അഡ്വാൻസ് സാലറി എന്ന് വെച്ചാൽ സാലറി വാങ്ങുന്നതിന് മുമ്പ് നേരത്തെ ഒരു എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പ് ഒരു ഫിഗർ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്വാൻസ് സാലറി എന്ന് വിളിക്കുന്നത്. അത് ഇൻകം ഫ്രം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ അരിയേഴ്സ് ഓഫ് സാലറി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കിട്ടാത്ത സാലറീസൊക്കെ ഒരുപാട് ഒന്നിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇൻകം ഫ്രം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്, അത് കിട്ടുന്ന സമയത്ത്. ദെൻ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, അതായത് സാലറിക്ക് പുറമേ ഉള്ള പ്രോഫിറ്റ്സ്, സാലറി നമ്മൾ വേണ്ട വെക്കുന്നത് മൂലമുള്ള എന്തെങ്കിലും കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെയാണ് പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള എമൗണ്ടും ഇൻകം ഫ്രം സാലറിയിൽ വരണം. ദെൻ പിന്നെ പറയുന്നത് എനി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയി, അതായത് എംപ്ലോയി അടയ്ക്കേണ്ട ചില പേയ്മെൻറ്റ്സ്, എംപ്ലോയിയുടേതായിട്ടുള്ള കുറേ പേഴ്സണൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു പേയ്മെൻറ്റ് എംപ്ലോയിക്ക് പകരം കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ അടക്കുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ ഇൻകം ഫ്രം സാലറിയിലേക്ക് കൊണ്ടുവരണം. ആ ഒരു ഫിഗർ ഇൻകം ഫ്രം സാലറി ആയിട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ആനുറ്റി ഓർ പെൻഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ആ പെൻഷൻ നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇൻകം ഫ്രം സാലറി കാണാൻ വേണ്ടിയിട്ട് പെൻഷൻ എടുക്കേണ്ടതാണ്. ദെൻ ടാക്സബിൾ പോർഷൻ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ, ആ പെൻഷനിൽ തന്നെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മന്ത്ലി പെൻഷനും ഒരു കമ്മ്യൂട്ടഡ് പെൻഷനും. അതിൽ മന്ത്ലി പെൻഷനും ഇൻകം ഫ്രം സാലറിയിൽ എടുക്കണം, കമ്മ്യൂട്ടഡ് പെൻഷനും എടുക്കണം. അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ കമ്മ്യൂട്ടഡ് പെൻഷനും എടുക്കേണ്ട. ആ കമ്മ്യൂട്ടഡ് പെൻഷനിൽ നമ്മൾ ടാക്സബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് കണ്ടുപിടിക്കും അല്ലേ, അത് കാണാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു. അപ്പോൾ ആ കമ്മ്യൂട്ടഡ് പെൻഷനിൽ ടാക്സബിൾ ആയിട്ടുള്ള ആ പോർഷൻസ് മാത്രമേ നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ദെൻ ടാക്സബിൾ പോർഷൻ ഓഫ് ഗ്രാറ്റുറ്റിയും അങ്ങനെ തന്നെയാണ്. ഗ്രാറ്റുറ്റി എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആണ്. അപ്പോൾ ഗ്രാറ്റുറ്റി എടുക്കുന്ന സമയത്തും എത്രയാണോ ടാക്സബിൾ ഗ്രാറ്റുറ്റി കിട്ടിയത്, എത്ര എമൗണ്ടിനാണോ ടാക്സ് കൊടുക്കേണ്ടത്, ആ ഗ്രാറ്റുറ്റി മാത്രം എടുക്കുക. ദെൻ ടാക്സബിൾ പോർഷൻ ഓഫ് VRS, അതായത് VRS കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളണ്ടറി റിട്ടയർമെൻ്റ് ആണ്. അങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ടാക്സബിൾ പോർഷൻ ഫിഗർ ഉണ്ടെങ്കിൽ അതും ഇൻകം ഫ്രം സാലറിയിൽ എടുക്കേണ്ടതാണ്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് പറയാത്തത്. അങ്ങനെ അധികം ചോദിക്കാത്തൊരു ഐറ്റമാണ്. അതിനും കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ പൊതുവേ ചോദിക്കാറില്ല. ദെൻ ടാക്സബിൾ പോർഷൻ ഓഫ് എൻഗേജ്മെൻറ്റ് ഏൺഡ് ലീവ് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ആ ഒരു ഐറ്റത്തിനും ടാക്സ് കൊടുക്കേണ്ടത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതിൽ ടാക്സബിൾ പോർഷൻസ് കണ്ടുപിടിച്ചിട്ട് അതുമാത്രം എടുക്കുക. സോ നെക്സ്റ്റ് പറയുന്ന ആനുവൽ അക്രീഷനും ട്രാൻസ്ഫേർഡ് ബാലൻസും ആണ്. അത് പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഉദ്ദേശിച്ചിട്ടുള്ള 2 ടേമാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പം ആ ഒരു ഫിഗർ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ടാക്സ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതൊക്കെ ടാക്സ് കൊടുക്കേണ്ടത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
നമ്മൾ ഈ ഹെഡിൽ കൊണ്ടുവരുന്ന ഐറ്റംസ്, അതായത് ഈ ഇത്രയും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഇൻകംസ് വരുന്നത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിലാണ്. അതായത് അതിനർത്ഥം ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ഈ പറയുന്ന എല്ലാ എമൗണ്ടിനും ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ആ ടാക്സബിൾ പോർഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ടാക്സബിൾ പോർഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രാറ്റുറ്റി, ഹൗസ് റെൻ്റ് അലവൻസും, എൻഗേജ്മെൻറ്റ് ഏൺഡ് ലീവ്, പെൻഷൻ, ഇതൊക്കെ നമ്മൾ ആ ഒരു ടാക്സബിൾ പോർഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളും ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഗ്രാറ്റുറ്റീൻ്റെ ഒക്കെ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. ആ കണ്ടുപിടിച്ച ആ ടാക്സബിൾ പോർഷൻ അല്ലെങ്കിൽ ടാക്സബിൾ ഗ്രാറ്റുറ്റി എന്ന് പറയുന്ന ആ ഒരു ഫിഗറാണ് ഇൻകം ഫ്രം സാലറിയിൽ കൊണ്ടുവരേണ്ടത്. അപ്പം 4 കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് അലവൻസ് ആണ്. അലവൻസിൽ ടാക്സ് കൊടുക്കേണ്ട അലവൻസ് എടുക്കണ്ടോ, അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടി വരും. എത്ര അലവൻസ് ഉണ്ട്, ഏതൊക്കെ ടാക്സ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. പിന്നെ വരുന്നത് പെർക്വിസിറ്റ്സ് ആണ്. പെർക്വിസിറ്റ്സിൻ്റെ കേസിലും ടാക്സ് കൊടുക്കാത്ത പെർക്വിസിറ്റ്സ് ഉണ്ട്, അതുപോലെ ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ് ഉണ്ട്. ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ് ആണെങ്കിൽ എങ്ങനെ ടാക്സ് കൊടുക്കണം അതിന് കൃത്യമായിട്ടൊരു വാല്യുവേഷൻസും കാര്യങ്ങളും കമ്പ്യൂട്ടേഷനെല്ലാം ഉണ്ട്, നമ്മൾ ഗ്രാറ്റുറ്റി എല്ലാം പഠിച്ച പോലെ തന്നെ. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടേഷൻ നമ്മൾ പഠിക്കേണ്ടി വരും. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ ആ ഫിഗർ കണ്ടെത്തേണ്ടത്. ആ ഫിഗർ കണ്ടെത്തിയിട്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കി വരുന്ന പി എഫിൻ്റെ കേസാണ്. പി എഫ് ആനുവൽ അക്രീഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ബാലൻസ് ഉദ്ദേശിക്കുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിനെയാണ്. അപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാലേ നമുക്ക് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതൊരു എസ്സേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു എസ്സേ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയുന്നതിനെയൊക്കെ പൊളിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പഠിക്കേണ്ടി വരും. എന്നിട്ട് അതൊക്കെ മെർജ് ചെയ്തിട്ടാണ് ഇൻകം ഫ്രം സാലറി കാണേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു ഫോർമാറ്റിൽ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ഇത്രയും ഐറ്റംസ് നമ്മൾ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഉള്ളത് മാത്രം എടുത്തെഴുതി എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. അതായത് ആ വ്യക്തിയുടെ മൊത്തം സാലറി. ഓക്കെ, ആ സാലറിയിൽ നിന്ന് തന്നെ അയാൾക്ക് ഡിഡക്ഷൻസ് കിട്ടും. അതായത് അയാൾക്ക് കുറച്ച് എമൗണ്ട് കുറക്കാൻ പറ്റും ടാക്സ് കൊടുക്കുന്ന സമയത്ത്. ആ എമൗണ്ട്സ് ആണ് 1, 2, 3 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയിക്കും കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ്. അത് പഠിപ്പിക്കാം. ആ ഒരു ഫിഗർ നമുക്ക് ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് മൈനസ് ചെയ്യാൻ എടുക്കും. രണ്ടാമത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. അതും നമ്മൾ പഠിപ്പിക്കും. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഇത് പ്രൈവറ്റ് എംപ്ലോയിക്ക് വരുന്ന ഡിഡക്ഷൻ അല്ല, ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രം കിട്ടുന്ന ഡിഡക്ഷനാണ്. അപ്പം ആ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ചില എമൗണ്ടിന് ടാക്സ് കൊടുക്കേണ്ട. അതായത് അതിൽ വരുന്ന കുറച്ച് ഫിഗേഴ്സ് ഇത്ര ശതമാനം വെച്ച് ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ അത് ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്നൊരു ഡിഡക്ഷനാണ്. മൂന്നാമത് പറയുന്നത് ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് ആണ്. സോ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയിക്കും കിട്ടുന്ന ഡിഡക്ഷനാണ്. ഒരു എംപ്ലോയി പ്രൊഫഷണൽ ടാക്സോ അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റോ അടക്കുന്നുണ്ടെങ്കിൽ ആ അടച്ച എമൗണ്ടിന് ഇൻകം ഫ്രം സാലറി കാണുന്ന സമയത്ത് ഡിഡക്റ്റ് ചെയ്യാനുള്ള അവകാശം കിട്ടും. ആ എമൗണ്ട് അങ്ങനെ കുറക്കാം. സോ ഈ 3 കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത്രയും 3 കാര്യങ്ങൾ ഒരു എംപ്ലോയിക്ക് ഡിഡക്ഷൻസ് വരും, മൈനസ് ചെയ്യാം. അപ്പോൾ അതും മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് വിളിക്കുന്നത്. അതായത് ഗ്രോസ് സാലറിയിൽ നിന്ന് ഈ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്താൽ ഇൻകം ഫ്രം സാലറി കിട്ടും. അപ്പോൾ ഈ ഫോർമാറ്റ് പറയുമ്പോൾ എവിടെയും ഫിനിഷ് അല്ല. കാരണം ഇതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണത്രേ. പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഫിനിഷായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂ. അപ്പം ഓരോ കാര്യങ്ങൾ പഠിച്ച് പോവാം. ജസ്റ്റ് ഇതാണ് ഫോർമാറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ.